അസ്സലാമു അലൈക്കും. ഞാൻ ഈയിടെ ഒരു വാർത്ത കാണാനിടയായി. 2 വർഷം മുമ്പ് കഴിഞ്ഞ സംഭവമാണ്. ഇപ്പം അത് ടി വിയിൽ കാണിച്ചേ, യൂട്യൂബിൽ കാണിച്ച് മോന് ഈ ഇതിൽ വന്നു, എന്തുവാ പ്രൊജക്റ്റിൽ വന്നു. ഒരു സുധ എന്ന് പറഞ്ഞൊരു സുധാ റെഡ്ഡിയോ, അവൾക്ക് 46 വയസ്സ്. ഒരു 66 വയസ്സായ ഒരുത്തന് അവനെ എങ്ങനെയോ ഒരു പരിചയപ്പെട്ടു, ഷാജി എന്ന് പറഞ്ഞ അവൻ പൊന്നുരുന്തിയിലോ എറണാകുളത്ത് അവിടെ പൊന്നുരുന്തിയിലോ കണ്ടുള്ളതാ ഈ ഷാജി എന്നാൾ പറഞ്ഞ ആളൊരു കഷണ്ടിക്കാരൻ. ഇപ്പോൾ വാർത്തയിൽ നിന്ന് ഞാൻ കണ്ടതാണ്. പിന്നെ ഈ സുധ ഒരു 46-കാരി, ഇവൾ കോട്ടയത്തുള്ള, അവൾ എറണാകുളത്തേക്ക് ജോലിക്ക് വന്ന് ഇവനായിട്ട് പരിചയപ്പെട്ട് എറണാകുളത്ത് താമസമായി. ഇവൾക്ക് എന്തിൻ്റെ സൂക്കേടാ, 66 വയസ്സ് 68 വയസ്സുള്ളവനായിട്ട് സ്നേഹമായി. അവന് 2 മക്കളും ഒരുത്തനുണ്ട്. ഈ 66 വയസ്സുള്ളവന് 2 പിള്ളേരും ഉണ്ട്, ഭാര്യയുണ്ട്. അവന് ഇങ്ങോട്ട് സ്നേഹം പ്രകടിപ്പിച്ചാലും ഇവളങ്ങോട്ട് വിശേഷം അന്വേഷിക്കുമ്പോൾ ഇവളങ്ങോട്ട് കൂട്ടുകൂടാ. ഇവളൊരു പെണ്ണല്ലേ. ഇപ്പം അവളെ ജീവൻ പോയത് കണ്ട ഇവർക്കൊക്കെ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്തുവാ, ആണുങ്ങളുണ്ട് വയസ്സും നോക്കത്തില്ല, ഒന്നും നോക്കത്തില്ല, അങ്ങ് അഴിഞ്ഞാടാൻ നടക്കും. എന്നിട്ട് ലാസ്റ്റ് അവരെ കുടുംബത്തെ നശിപ്പിക്കണമെന്നും പറഞ്ഞല്ലേ ഇപ്പം അവൻ ഈ മാതിരി പണി ചെയ്തത്. പെൺപിള്ളേർക്ക് അടങ്ങി ഒതുങ്ങി വീട്ടുകാരെ സ്നേഹിച്ച് തന്തനെയും തള്ളനെയും സ്നേഹിച്ച് വീട്ടിലടങ്ങി ഒതുങ്ങി ഇരുന്ന് പുറത്തേക്ക് ഇപ്പോൾ നിവൃത്തിയില്ലാണ്ട് ജോലി പോയപ്പോൾ കണ്ട ആണുങ്ങളൊക്കെ സ്നേഹിക്കാൻ നടക്കുക. എന്നിട്ട് ലാസ്റ്റ് ഒന്നും പറ്റിയില്ലെങ്കിൽ അവൻ്റെ കുടുംബം നശിപ്പിക്കാൻ പോവുക, അവൻ്റെ ഭീഷണിപ്പെടുത്തുക. അപ്പോൾ അവൻ കൊന്ന്. ഇതിനൊക്കെ നിൽക്കണെന്തിനാന്ന്? അവളൊക്കെ പ്രായമുള്ളവരില്ലേ അവൾക്ക് സ്നേഹിക്കാൻ? എന്തിനാ ഈ വീട്ടുകാരെ അപ്പോഴും അനുകൂലമായിട്ട് ഒന്നാമത് തന്തയും തള്ളയും പറഞ്ഞ് അന്വേഷിച്ചും കെട്ടണം. പെണ്ണായാലും ആണായാലും തോന്നിയവാസം പോയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അനുഭവിക്കാതിരിക്കത്തില്ല. അത് ഏത് ജാതി ആയിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, തന്ത തള്ളമാർ പറഞ്ഞ് അന്വേഷിച്ച് കെട്ടുന്നൊരു അത് കഴിഞ്ഞ് ജീവിതം പോയെന്ന് വെച്ചാൽ ഉടനെ സ്നേഹിക്കാൻ നടക്കുക. ഇവർക്കിപ്പോൾ ഒരു ആന്തോളം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല, വീട്ടിൽ തള്ളല്ലേ ഉള്ളത്. അപ്പോൾ എങ്ങനെയും മാട്രിമോണി വഴി എന്ത് വഴിയേലും നോക്കി കെട്ടണം. എന്തിനാ 2 മക്കളും ഒരു തള്ള ഒരു കിളവനെ സ്നേഹിക്കാൻ പോയി അവളെ ജീവിതം പോയത് കണ്ട. ഇനിയായാലും പെൺപിള്ളേർ ഇത് കാണുന്ന പെണ്ണായിക്കോട്ടെ ആണുങ്ങളായിക്കോട്ടെ സൂക്ഷിച്ചും കണ്ടും ജീവിക്കാൻ നോക്കിനെ. കാണുന്നതൊന്നും ഇതല്ല, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കാരണന്മാർ പറഞ്ഞിട്ടുണ്ട്. പല കോലത്തിലും ആണുങ്ങൾ വരും. ഈ പെണ്ണുങ്ങളെന്തിനാ അവരെ വലയിൽ പോണത്? ആണുങ്ങൾ പണ്ട് 1400 വർഷങ്ങൾക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ആണുങ്ങൾ പെണ്ണുങ്ങളെ പേപ്പിക്കാൻ പലവും നോക്കും. ഈ പെണ്ണെന്തിന് പോണ്? പെൺപിള്ളേർ സൂക്ഷിച്ചാൽ ഇവിടുന്ന് പല രാജ്യത്തും പോയി നേഴ്സിംഗ് ആയാലും അതായാലും ഇതായാലും പലരും പഠിക്കാനും ഒക്കെ പോകുന്നുണ്ട്. പെൺപിള്ളേർ വളരെ സൂക്ഷിച്ച് നടന്നോളിയും, ഒന്നിനും പോകണ്ട. അതുമാതിരി തന്നെ ഈ പെൺപിള്ളേരെ ആൺപിള്ളേരെ രക്ഷകർത്താക്കൾ പ്രത്യേകം പറഞ്ഞു കൊടുക്കുക. മക്കളെ, മിന്നുന്നതെല്ലാം പൊന്നല്ല. സ്നേഹം പ്രകടിപ്പിച്ച് പലരും പല വിധത്തിലും വരും. പൈസ അടിച്ചു മാറ്റും, ലാസ്റ്റ് നമ്മളെ ശരീരം അടിച്ചു മാറ്റും, ലാസ്റ്റ് ഭീഷണിക്കും വഴങ്ങേണ്ടി വരും. മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചും കണ്ടും ജീവിച്ചോളി. അസ്സലാമു അലൈക്കും. എന്നാൽ ശരി, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് കാണുന്നില്ല. എന്നാൽ ശരി, ഇതൊക്കെ നല്ല നല്ല കണ്ടൻറ്റുകളാണ് ഞാൻ പറയുന്നത്. എല്ലാവരും കേട്ട് മനസ്സിലാക്കി ജീവിക്കുക. എന്നാൽ ശരി, കുറച്ച് കാലമേ ഉള്ളൂ. എന്നാൽ ശരി, അസ്സലാമു അലൈക്കും.